ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫ് ആണ് വിത്ത് ബോൺ. നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറിയ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആവശ്യമായ സ്പൈസസുകൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. സ്പൈസസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെറുനാരങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ്, മിൻറ്റ് ലീവ്സ് മിക്സ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് റസ്റ്റ് ചെയ്യാൻ വെക്കാം. റസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊരു കുക്കർ എടുത്ത് ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയൊക്കെ ചൂടായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ചേർക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 8 പീസസാണ്. അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ജിഞ്ചറും ചോപ്പ് ചെയ്തത് ചേർക്കാം. കൂടെ തന്നെ 4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില എല്ലാം ചേർത്ത് നമുക്കൊന്ന് 1-2 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഉള്ളി ചേർക്കാം. 2 സവാള ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവണമെന്നില്ല, ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. സോഫ്റ്റായി വരുമ്പം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ബീഫ് അതിലേക്ക് ചേർക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം നന്നായി മിക്സാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇങ്ങനെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരണം. എന്നിട്ട് ആ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ബീഫിന് നല്ല ഫ്ലേവർ കിട്ടും. ഏതാണ്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 തക്കാളി ചേർക്കാം. സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. 3-4 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കുക. നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നിയോണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തു. അതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലൊഴിക്കണം. ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഫസ്റ്റ് വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 30 to 40 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും ബീഫ് നന്നായിട്ട് വേവും. എനിക്ക് വിസിലിൻ്റെ കണക്ക് ഒരിക്കലും റെഡി ആവാറില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട്. അങ്ങനെ വിസിൽ ആവിയൊക്കെ പോയതിന് ശേഷം കുറച്ചുകൂടെ മല്ലിച്ചപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നെയ്ച്ചോറിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാം.